ശരിക്കും അറഫ നോമ്പ് നോൽക്കേണ്ടത് എന്നാണ്? ദുൽഹജ്ജ് 9-നോ അതോ അറഫയിൽ ഹാജിമാർ നിൽക്കുന്ന ദിവസമോ? പണ്ട് കാലത്ത് ഓരോ നാട്ടുകാരും അവരവരുടെ നാട്ടിലെ മാസപ്പിറവി അനുസരിച്ചായിരുന്നു ദുൽഹിജ്ജ് 9 കണക്കാക്കിയിരുന്നത്. അവർക്ക് ഹാജിമാർ അറഫയിൽ സമ്മേളിക്കുന്ന ദിവസം അറിയാൻ കഴിഞ്ഞിരുന്നില്ല. ഇന്നാകട്ടെ എല്ലാം തത്സമയം ആർക്കും കാണാനും കേൾക്കാനുമൊക്കെ കഴിയും. മാസപ്പിറവി വ്യത്യസ്തമായി വന്നാൽ ആളുകൾക്ക് ഏറെ ആശയക്കുഴപ്പമുണ്ടാകാറുള്ള ഒരു വിഷയമാണ് അറഫ നോമ്പിൻ്റെ വിഷയം. ആദ്യമായി മനസ്സിലാക്കേണ്ടത് ഇസ്ലാമിൽ അഭിപ്രായ ഭിന്നതയ്ക്ക് സാധുതയുള്ള ഒരു വിഷയമാണിത്. അതിനാൽ ഒരു പ്രദേശത്തെ വിശ്വാസികൾ പൊതുവെ ഏത് നിലപാടാണോ സ്വീകരിക്കുന്നത് അവിടെ വേറിട്ടൊരഭിപ്രായം മുന്നോട്ട് വെച്ച് ആളുകൾക്കിടയിൽ വസ്വാസ് ഉണ്ടാക്കാതിരിക്കുക എന്നതാണ് കരണീയം. ഓരോ പ്രദേശങ്ങളിലെയും ചന്ദ്രദർശനം വ്യത്യാസപ്പെടുന്നതിനനുസരിച്ച് അവിടെയുള്ള ദുൽഹിജ്ജ 9 വ്യത്യസ്തമായിരിക്കും. അറഫയിലുള്ളവരെ ഉന്നം വെച്ച് നോമ്പെടുക്കാൻ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലുള്ളവർ മുതിർന്നാൽ അവരുടെ അറഫ നോമ്പ് ദുൽഹിജ്ജ 8-ലും ചിലരുടേത് ദുൽഹിജ്ജ 10-ലും ചെന്ന് ചാടി എന്ന് വരും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അധ്യാപനത്തിന് എതിരാണിതെന്ന് അറിയുക. ആയതിനാൽ നമ്മുടെ നാട്ടിൽ എന്നാണ് ദുൽഹിജ്ജ 9 അന്ന് നോമ്പെടുക്കുക. അവരവർ താമസിക്കുന്ന നാട്ടിലെ മുസ്ലിമീങ്ങൾ ഏതു ദിവസമാണോ നോമ്പ് അനുഷ്ഠിക്കുകയും പെരുന്നാൾ ആഘോഷിക്കുകയും ചെയ്യുന്നത് അതനുസരിച്ച് പ്രവർത്തിക്കുകയാണ് ഉചിതം. അത് സൗദിയിലെ നോമ്പിന് യോജിച്ചു വന്നാലും ഇല്ലെങ്കിലും ശരി. ഇനി ആരെങ്കിലും ഹാജിമാർ അറഫയിൽ നിൽക്കുന്ന ദിവസം തന്നെ നോമ്പെടുക്കണമെന്ന ശാഠ്യക്കാരനാണെങ്കിൽ അതിൻ്റെ പേരിൽ അദ്ദേഹത്തെ ആരും ക്രൂശിക്കാനും പോകേണ്ടതില്ല. ഏറ്റവും പുണ്യകരമായ നാളുകൾ കുതർക്കങ്ങളുടെയും കലഹങ്ങളുടെയും അവസരമാക്കി വെറുതെ കുറ്റം സമ്പാദിക്കാതിരിക്കാൻ ജാഗ്രത പുലർത്തുക.